SSLCക്കും പ്ലസ് ടുവിനും ശേഷം പ്രൊഫഷണൽ കരിയർ തിരഞ്ഞെടുക്കാവുന്ന ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണ. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റ് നാശം വിതച്ച നിലമ്പൂർ കിളായി പ്രദേശങ്ങൾ ആര്യടൻ ഷൗക്കത്ത് MLA സന്ദർശിച്ചു. അടിയന്തര നഷ്ടപരിഹാരത്തിന് നടപടി സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. ചുഴലിക്കാറ്റിൽ വീടുകൾ തകർന്നവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും അടിയന്തരമായി സർക്കാർ ധനസഹായവും നഷ്ടപരിഹാരവും ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കുമെന്ന് MLA ഉറപ്പു നൽകി. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ജില്ലാ കളക്ടർ എന്നിവരുമായി വിഷയം സംസാരിച്ചിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം സംബന്ധിച്ച റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിൽ വ്യാപകമായി നാശം സംഭവിച്ച പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചു. എൻ്റെ കൂടെ തഹസിൽദാറുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ A ഉണ്ട്, ഓവർസിയർമാരുണ്ട്, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറുണ്ട്, കൃഷി ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും വന്ന് ഈ കാര്യങ്ങൾ വിശദമായി വളരെ വേഗത്തിൽ തന്നെ റിപ്പോർട്ട് നടത്തി സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അടിയന്തരമായ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇവിടെ ഈ കാര്യം റവന്യൂ മിനിസ്റ്ററുമായും മുഖ്യമന്ത്രിയുമായും അതുപോലെ തന്നെ കലക്ടറുമായൊക്കെ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. എത്രയും പെട്ടെന്ന് അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് സർക്കാരിൻ്റെ ഭാഗത്തുള്ള സഹായങ്ങൾ വളരെ പരമാവധി വേഗത്തിലാക്കാനുള്ളൊരു ശ്രമമാണ് ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാശമൊന്നും സംഭവിക്കാത്തത് നമുക്ക് വലിയ മഹാഭാഗ്യമെന്ന് വിചാരിക്കാം. കാരണം ആ രൂപത്തിലുള്ള മരങ്ങളാണ് ഓരോ വീടുകളുടെ മുകളിലേക്ക് വീണിരിക്കുന്നത്. അത് നമുക്കൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ഇത് അടിയന്തരമായി ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ തന്നെയാണ് അല്ലേ, വളരെ വേഗത്തിൽ തഹസിൽദാർ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അതിന്റെ നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിലാവുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ 6-ാം തീയതി രാത്രിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മുതിരി, പയ്യമ്പള്ളി, ഈയമ്മട ഭാഗങ്ങളിലും കരുളായി പഞ്ചായത്തിലെ ചെട്ടി, കരിന്താർ, കുട്ടിമല, വരക്കുളം ഭാഗങ്ങളിലും ചുഴലി ആഞ്ഞുവീശിയത്. മേഖലയിൽ വലിയ തോതിലുള്ള കൃഷിനാശവും കെട്ടിടനാശനഷ്ടങ്ങളുമാണ് ഉണ്ടായത്. കൃഷിമേഖലയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കൃഷിവകുപ്പ് അധികൃതർ നേരിട്ടെത്തി പരിശോധിച്ചു വരികയാണ്. കരുളായിൽ MLAയോടൊപ്പം നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു, കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീജ, വൈസ് പ്രസിഡന്റ് EK ഉസ്മാൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സിബി വർഗീസ്, TP സുദീഖ്, PP ഖദീജ, ബ്ലോക്ക് മെമ്പർ T സുരേഷ് ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി ജയൻ, വാർഡ് മെമ്പർമാരായ വിപിൻ കരുവാടൻ, സാജിദ് അമഴക്കാരത്ത്, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് എന്നിവരും ഇരു സ്ഥലങ്ങളിലെയും വില്ലേജ് ഓഫീസർമാർ, കൃഷി ഓഫീസർമാർ, തദ്ദേശ സ്ഥാപന അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘവും ജനപ്രതിനിധികളും സന്ദർശനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സ്വന്തം.